ഇലക്ഷൻ കമ്മീഷൻ പ്രോപ്പഗാൻഡ മെഷീനറിയോ? പരാതി വരുമ്പോൾ തിരുത്തിലേക്ക് പോകാതെ പ്രോപ്പഗൻഡ കൊണ്ട് പിടിച്ചു നിൽക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അവയിലൊന്നാണ് ഇലക്ഷൻ കമ്മീഷൻ. ഗുരുതരമായ ആരോപണങ്ങൾ തെളിവ് സഹിതം ഉന്നയിക്കപ്പെട്ടപ്പോൾ പേരോ ഒപ്പോ ഇല്ലാത്ത കണ്ണടച്ചൊരു നിഷേധം എക്സ് എന്ന ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത ചരിത്രമുണ്ട് അവർക്ക്. മാധ്യമങ്ങളിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ BLOമാരുടെ മരണക്കണക്കുകൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോഴും ജനങ്ങളും BLOമാരും നോട്ട് നിരോധന കാലത്തെ ഓർമ്മിപ്പിച്ച നെട്ടോട്ടത്തിലായപ്പോഴും അതൊന്നും ഏശാതിരുന്ന സ്ഥാപനമാണ് ഇതിന് നേരിട്ട് ചുമതല വഹിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ. ജോലി സമ്മർദ്ദം കാരണം ജീവനൊടുക്കിയവർ കുറെ, ജോലിഭാരവും സമ്മർദ്ദവും കാരണം ഹൃദയസ്തംഭനം വരെ വന്ന് മരിച്ചവർ കുറെ, ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും പ്രയാസങ്ങൾ കാണാത്ത യാന്ത്രികമായ യാഥാർത്ഥ്യ ബോധമില്ലാത്ത നയം. ഡിസംബർ 3 വരെയുള്ള കണക്ക് പ്രകാരം ഉത്തർപ്രദേശിൽ 8 പേരും, കേരളത്തിൽ ഒരാളും, തമിഴ്നാട്ടിൽ ഒരാളും, പശ്ചിമ ബംഗാളിൽ 4 പേരും, രാജസ്ഥാനിൽ 4 പേരും, മധ്യപ്രദേശിൽ 8 പേരും, ഗുജറാത്തിൽ 6 പേരും തെരഞ്ഞെടുപ്പ് ജോലിയുടെ അതിസമ്മർദ്ദം കാരണം മരണപ്പെട്ടു. കുറേ പേർ ആത്മഹത്യ ചെയ്തതാണ്. മറ്റുള്ളവർ ജോലിഭാരവും മാനസിക പിരിമുറുക്കവും കാരണം അസ്വാഭാവിക മരണത്തിന് കീഴ്പ്പെട്ടവരാണ്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ചവർ ഇതിന് പുറമെ. മനുഷ്യൻ സൃഷ്ടിച്ച മാനുഷിക ദുരന്തം എന്ന് വേണം ഇതിനെ വിളിക്കാൻ. यूपी के मुरादाबाद में एक BLO टीचर सर्वेश सिंह ने सुसाइड कर लिया। मामला भोजपुर के बहेड़ी गांव का है। कमरे से 2 पेज का सुसाइड नोट मिला जो बेसिक शिक्षा अधिकारी के नाम लिखा गया। इसमें सर्वेश ने लिखा, दिन रात काम करता था. ഉത്തർപ്രദേശിലെ സർവേഷ് സിംഗ് ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ച് സ്വന്തം ജീവനെടുത്തു. കുറിപ്പിൽ പറഞ്ഞു, രാപ്പകൽ പണിയെടുക്കുന്നു, എന്നിട്ടും SIR ടാർഗറ്റ് എത്തുന്നില്ല, മനസ്സമാധാനമില്ല, 4 പെൺമക്കളാണ്, അവർക്ക് വേണ്ടി ജീവിക്കണമെന്നുണ്ട്, ജോലി താങ്ങാൻ വയ്യ, 2-3 മണിക്കൂറാണ് ഉറങ്ങുന്നത്. സ്കൂൾ അധ്യാപകനായിരുന്നു സർവേഷ്. നിസ്സഹായരായി സമൂഹവും ഇലക്ഷൻ കമ്മീഷനും അറിയാനായി വീഡിയോയിൽ സങ്കടം പകർത്തി ജീവനൊടുക്കിയവരുണ്ട്. മീറത്തിൽ മോഹിത് ചൗധരി എന്ന BLO വിഷം കഴിച്ചു. SIR പണി കാരണം 5 ദിവസമായി ഉറങ്ങിയിരുന്നില്ല. എന്നിട്ടും ജോലി പൂർത്തിയാകാത്തതിനാൽ സസ്പെൻഡ് ചെയ്യുമെന്ന് സൂപ്പർവൈസർ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് ഭാര്യ. റെഡ് മൈക്ക് ചാനൽ വാർത്തയിൽ നിന്ന്. उन्होंने उस टाइम पे खा लिया था, उनका पूरा मुँह नीला नीला हो रहा है. तभी मैं बहुत ज़्यादा चिल्लाई और फिर हम उन्हें हॉस्पिटल लेके आ गए. 52 വയസ്സുള്ള റിങ്കു തരഫ്ദാറും ആത്മഹത്യാക്കുറിപ്പ് എഴുതി വച്ചിരുന്നു. അത് മഹുവ മൊയ്ത്ര MP മുഖ്യ ഇലക്ഷൻ കമ്മീഷണർക്ക് വായിച്ചു കൊടുക്കുകയാണ് ഇവിടെ. ആത്മഹത്യാക്കുറിപ്പിൽ അവർ എഴുതി, കുടുംബത്തിലോ മറ്റോ ഒരു പ്രശ്നവും എനിക്കില്ല, പക്ഷേ ഈ ജോലി താങ്ങാനാവുന്നതിനപ്പുറമാണ്. Rinku has also left behind a suicide note. The suicide note is in Bengali, but I'm going to read certain parts from it. She says, "Ami bachte chai, main bachna chahti hu. I want to live. Amar সংসারে কোনো অভাব নেই. I have no problems in my family. मेरा संसार में कोई तकलीफ नहीं है. আমার এই পরিণতির জন্য নির্বাচন কমিশন দায়ী. मेरे ये अवस्था के लिए सिर्फ और सिर्फ चुनाव आयोग responsible है. Only and only the election commission is responsible for this situation." പാർട്ടികൾ ചോദിച്ച ചില രേഖകൾ മുൻപ് കമ്മീഷൻ നിഷേധിച്ചത് ജോലിഭാരം പറഞ്ഞാണ്. ആ കമ്മീഷനാണ് ഓഫീസോ സ്റ്റാഫോ ഇല്ലാത്ത മനുഷ്യരെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് എന്ന് മൊയ്ത്ര. വിമർശനങ്ങളോട് കമ്മീഷന്റെ പ്രതികരണം എന്തെന്നല്ലേ? കേരളത്തിലെ എടച്ചേരി ഗ്രാമത്തിൽ BLOമാർ ഒന്നിച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തു. എങ്ങനെയുണ്ട്? കമ്മീഷന്റെ നോട്ടം പ്രതിച്ഛായയിലാണ്, പ്രചാരണത്തിലാണ്. യഥാർത്ഥ പ്രശ്നം പറയുമ്പോൾ എന്തെങ്കിലും പ്രോപ്പഗൻഡ വീഡിയോ പ്രചരിപ്പിക്കുക. കമ്മീഷൻ പോസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത വീഡിയോകളുമുണ്ട്. കമ്മീഷൻ ഓഫീസിന് മുൻപിലെ BLOമാരുടെ പ്രതിഷേധം അവർ കാണിക്കില്ല.
കേരളത്തിൽ നിന്ന് കമ്മീഷൻ കാണിച്ച ദൃശ്യം വേറെയുമുണ്ട്. ഈ തിരുവനന്തപുരം റീൽ അവർക്ക് നന്നേ ഇഷ്ടമായി. SIRന്റെ സമയപരിധി നീട്ടിയെന്ന് കേട്ടപ്പോൾ BLOമാർക്ക് ഇതിലേറെ സന്തോഷമുണ്ടായി കാണും. കമ്മീഷൻ BLOമാരുടെ സങ്കടം കണ്ടില്ലെങ്കിലും ഇത് കണ്ടു. രസമതല്ല, വോട്ടിങ്ങിലെ കൃത്രിമം തടയാൻ ബൂത്തിലെ ആളുകളെ വീഡിയോയിൽ പിടിക്കണമെന്ന് നിയമമുണ്ട്. കൃത്രിമം സംശയിച്ചപ്പോൾ ചിലർ ആ ദൃശ്യങ്ങൾ കാണിക്കാൻ ആവശ്യപ്പെട്ടു. കമ്മീഷൻ കൊടുത്തില്ല. കോടതിയിലടക്കം വാദിച്ചത് വോട്ടർമാരുടെ സ്വകാര്യത ലംഘിക്കാൻ പറ്റില്ല എന്നാണ്. അതേ കമ്മീഷനാണ് ഇത്തരം ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുന്നത്. പ്രോപ്പഗൻഡയിലാണ് ശ്രദ്ധ. അതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ഇത് കേൾക്കുക. The world recognizes successful conduct of free, fair and transparent elections in India. ഇത് തെരഞ്ഞെടുപ്പ് മുഖ്യ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. സ്വതന്ത്രമായും നീതിപൂർവകമായും സുതാര്യമായും ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നു നമ്മൾ. അതിപ്പോൾ ലോകത്തിൻ്റെ അംഗീകാരം നേടി എന്ന്. ആ അംഗീകാരത്തിൻ്റെ തെളിവ് എന്താണെന്നോ? ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ടറൽ അസിസ്റ്റൻസ് എന്ന ഒരു സംഘടനയുണ്ട്. 35 ജനാധിപത്യ രാജ്യങ്ങളുടെ കൂട്ടായ്മ. ഇന്ത്യയും സ്ഥാപകാംഗമാണ്. അതിൻ്റെ അധ്യക്ഷ സ്ഥാനം ഇത്തവണ ഇന്ത്യക്ക് കിട്ടി. നമ്മുടെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൻ്റെ മികവ് കൊണ്ടാണ് ഈ സ്ഥാനം കിട്ടിയത് എന്നാണ് ഗ്യാനേഷ് കുമാർ അവകാശപ്പെടുന്നത്. The world recognizes successful conduct of free, fair and transparent elections in India. And therefore, for the first time in its history of 30 years, the prestigious group of 37 democratic countries of the world have invited India to chair the International Institute for Democracy and Electoral Assistance, International IDEA. ഈ പറഞ്ഞതിലും വസ്തുതയേക്കാൾ കൂടുതലുള്ളത് പ്രോപ്പഗൻഡയാണ്. കാരണം മികവോ മത്സരമോ വെച്ചല്ല അധ്യക്ഷ രാഷ്ട്രത്തെ തീരുമാനിക്കുന്നത്. മറിച്ച് പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പാക്കാനായി മുൻകൂട്ടി നിശ്ചയിച്ച ഊഴമനുസരിച്ചാണ്. 2026 മുതൽ ഇന്ത്യ അധ്യക്ഷ സ്ഥാനത്തും മൗറീഷ്യസും മെക്സിക്കോയും ഉപാധ്യക്ഷ സ്ഥാനത്തുമാകും എന്നത് കുറേ മുൻപ് തീരുമാനിച്ചു വെച്ചതാണ്. പ്രവർത്തനമാണ് മാനദണ്ഡമെങ്കിൽ BLOമാരുടെ മരണപ്പട്ടിക സാക്ഷ്യപത്രമാക്കാം. ഭരണപ്പിഴ മറച്ചുവെക്കാൻ പ്രോപ്പഗൻഡ. ചിലത് മൂടിവെക്കും, ചിലത് ഊതി വീർപ്പിക്കും. ഓൾട്ട് ന്യൂസ് ഈയിടെ പുറത്തുവിട്ട കൗതുകകരമായ ഒരു പ്രോപ്പഗൻഡ മോഡൽ കൂടി കാണാം. മോദിയുടെ പൊതുയോഗങ്ങളിൽ വർഷങ്ങളായി അരങ്ങേറുന്ന ഒരു പ്രോപ്പഗൻഡ നാടകം. സദസ്സിൽ നിന്ന് ഒരാൾ ചിത്രമോ ശില്പമോ ഉയർത്തിക്കാട്ടും. പ്രധാനമന്ത്രി അത് കാണും. ആ ആളുടെ പേരന്വേഷിക്കും. കത്തയക്കാം എന്ന് പറയും. കൂട്ട കയ്യടി ഉറപ്പ്. शुरू कर उसके पहले यहाँ कुछ बच्चे चित्र बना के ले आए हैं. जरा SPG के लोग और लोकल पुलिस के लोग मदद करें, उसको कलेक्ट कर लें. अगर आपने उसके पीछे अपना एड्रेस लिखा होगा तो मैं जरूर आपको धन्यवाद पत्र भेजूंगा. ഇത് ഉടുപ്പി. മറ്റൊന്ന് അസം സെപ്റ്റംബറിൽ. अब ये लोग भी मेरी मुसीबत जान लेते. माँ का चित्र लेके आते हैं तो मन करता है बस ले लूं. മാർച്ചിൽ ഗുജറാത്ത്. जनवरी दिल्ली. कोई छोटा बच्चा गुलदस्ता लेके आया है. जरा हमारे साथियों से आग्रह करूंगा उनसे ले लीजिए. आप अपना अता पता इस पर लिख देना, मैं आपको चिट्ठी भेजूंगा. കഴിഞ്ഞ വർഷം പുണേയിൽ. कोई इनको कलेक्ट कर ले भाई. जो लाए हैं पीछे अपना नाम पता लिख दे ताकि मैं आपको चिट्ठी भेजूंगा. ഇനി ഹരിയാന. पीछे अपना नाम पता लिख लेना, मैं आपको चिट्ठी लिखूंगा. ബിഹാറിൽ. सुंदर बनाया है सब. जरा कैमरे वाले भी इन बच्चों की फोटो ले लो. अच्छा पीछे अपना नाम लिखा है बेटा? हाँ, अच्छा अपना नाम लिखना और मैं आपको ये चिट्ठी जरूर लिखूंगा. ഛത്തീസ്ഗഡ്.
भाई जरा लेकर के मेरे एसपीजी के लोगों को दे दीजिए। बेटा पीछे अपना नाम पता लिख देना, अपना नाम पता लिख देना, मैं तुम्हें चिट्ठी भेजूंगा। കഴിഞ്ഞ മാസം തമിഴ്നാട്ടിൽ கையிலே ஒரு பதாகையை ஏந்தி கொண்டிருக்கின்றான். அந்த குழந்தையிடமிருந்து பாதுகாப்பு அமைப்பைச் சேர்ந்தவர்கள் அவர்கள் அந்த பதாகையை வாங்கிக் கொண்டு வாருங்கள். கண்ணா அதுல என்ன எழுதியிருக்கோ அதை நான் சீரியஸா எடுத்துக்கிறேன், அதை கருத்துல கொள்றேன் அப்படிங்கறத நான் தெரிவிச்சுக்கிறேன். उसको जरा कलेक्ट करके मेरे पास पहुंचा दीजिए। அதை யாராவது கொஞ்சம் சேகரிச்சுட்டு இங்க கொண்டு வாங்க. ഇനിയുമുണ്ട് കുറെ. ഓൾട്ട് ന്യൂസ് ഇത്തരം 14-ലേറെ വീഡിയോകൾ എടുത്തു കാട്ടുന്നു. സ്ക്രിപ്റ്റ് ഒന്ന് തന്നെ. എപ്പോഴാണ് അധികാരികൾ ഇങ്ങനെയുള്ള പ്രോപ്പഗൻഡ സ്റ്റണ്ടുകളെ ആശ്രയിക്കേണ്ടി വരുന്നത്? മികവിനെപ്പറ്റി സ്വയം തന്നെ സംശയമുണ്ടാകുമ്പോഴാണ്. The world recognizes successful conduct of free, fair and transparent elections in India. And therefore, പ്രവർത്തനം നോക്കിയാൽ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത നഷ്ടമായി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. തെരഞ്ഞെടുപ്പ് സ്വതന്ത്രമോ നീതിയുക്തമോ സുതാര്യമോ ആകുന്നില്ല എന്ന്. അതുകൊണ്ട് ഇന്ത്യ ഡെമോക്രസിയല്ല, ഇലക്ടറൽ ഓട്ടോക്രസിയാണ് എന്ന്. വസ്തുത വിട്ട് പ്രോപ്പഗൻഡയ്ക്ക് പിന്നാലെ പോകുന്നത് അതുകൊണ്ടാണ്. കോവിഡ് കാലത്തെ അന്തർ സംസ്ഥാന തൊഴിലാളി മരണങ്ങളുടെ കണക്ക് യൂണിയൻ സർക്കാരിൻ്റെ പക്കലില്ല. ഇലക്ഷൻ കമ്മീഷൻ BLO മരണങ്ങൾ കാണുന്നില്ല. കാരണം ഇവ വസ്തുതകളാണ്, മറച്ചു വെക്കേണ്ടവയാണ്.